രൗദ്രതാണ്ഡവം. രചനാ അവതരണം നന്ദുവച്ചു കൃഷ്ണ. ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങിയ വിയർപ്പുതുള്ളികളെ തുടച്ചുകൊണ്ടവൾ അത്രയും മെല്ലെയാണ് അയാളോട് കാര്യം ചോദിച്ചത്. ആ കുട്ടി അങ്ങനെ മനഃപൂർവ്വം പറയണമെന്നൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. പക്ഷേ എന്തോ തന്റെ കാര്യം പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോഴും അവൾ എന്താണ് പറഞ്ഞതെന്ന് പറയാതെ തന്നെ സിദ്ധിയുടെ മുഖത്തെ ടെൻഷൻ മാറിയില്ല. കുട്ടി ഇങ്ങനെ വിയർക്കാൻ വേണ്ടിയിട്ട് ഉത്തര അങ്ങനെ മോശമൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. പിന്നെന്തിനാടോ തനിക്ക് ഇത്രയും ടെൻഷൻ? അവളുടെ വെപ്രാളം കണ്ട് മുന്നിലിരുന്ന ഗ്ലാസ് അവൾക്കടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അത്രയും തണുപ്പിലും ഉരുകിയിരുന്നവൾ ആ വെള്ളം അമൃതുപോലെയാണ് വാങ്ങി കുടിച്ചത്. അതൊക്കെ പോട്ടെ, വേറൊരു കാര്യം ചോദിക്കാനാണ് സിദ്ധിയെ രാവിലെ തന്നെ ഞാൻ വിളിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മുഖം ഗൗരവപൂർണമായി. എന്താ സർ? സിദ്ധിക്ക് ഒരു ജോലി ഇപ്പോൾ വളരെ അത്യാവശ്യമാണെന്ന് ഉത്തര പറഞ്ഞു. അതെ സർ. പറയുമ്പോൾ അവളുടെ ശബ്ദം അത്രയും താന്നുപോയി. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ആകെ ഒരു അഴിച്ചുപണി നടക്കുന്നത് കൊണ്ട് തന്നെ ഇയാളെ പിന്നെയും അക്കൗണ്ട്സിന്റെ ട്രെയിനി പോസ്റ്റിൽ ഇടാൻ പറ്റില്ല. MD-യുടെ പേഴ്സണൽ അസിസ്റ്റന്റ്. അത് കേട്ടതും ഹരികൃഷ്ണനെയും അവൻ തന്റെ നേരെ ദേഷ്യപ്പെട്ടതും ഓർത്ത് അവൾ ചാടി എഴുന്നേറ്റു. ആ ജോലിയൊന്നും എനിക്ക് പറ്റില്ല സർ. വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ട് ആദ്യം ജോർജ് സാറിനും അവൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. എന്നാൽ പ്രൈവറ്റ് റൂമിൽ ഇരുന്ന് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നവന്റെ ചുണ്ടിൽ അത്രയും മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ഏത് ജോലി? അത് MD-യുടെ പ്രൈവറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് കേട്ടതും ഇപ്രാവശ്യം അദ്ദേഹം ഉറക്കെ ചിരിച്ചുപോയി. എന്റെ സിദ്ധി! ആള് ചിരിച്ചുകൊണ്ട് പിന്നെയും കസേരയിൽ ഇരിക്കുന്ന കണ്ടതും താൻ കേട്ടതിന്റെ പ്രശ്നമാണോ എന്നുള്ളൊരു സംശയത്തിൽ അവൾ അദ്ദേഹത്തെ ഒന്ന് നോക്കി. സിദ്ധിയെ ഞാൻ ഹരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആക്കുകയാണെന്നല്ല പറഞ്ഞത്. അവളുടെ നെടുവീർപ്പിന്റെ ശബ്ദം അല്പം ഉച്ചത്തിൽ തന്നെ പുറത്തേക്ക് വന്നു. ഹരിയുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും കമ്പനി കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി കൂടി ഏറ്റെടുത്തപ്പോഴേക്കും എനിക്ക് വർക്ക് ലോഡ് വല്ലാതെ കൂടിയിട്ടുണ്ട്. സിദ്ധിയെ എനിക്ക് ഹെൽപ്പിനായി എന്റെ അണ്ടറിലാക്കാമെന്നാണ് ഇപ്പോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്താ, ഓക്കെ അല്ലേ? ജോർജ് സാറിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് കേട്ടതും ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്നവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തെളിഞ്ഞു. ആ മുഖത്തെ സന്തോഷം കുറച്ചു ദൂരം അപ്പുറം അവളെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവന്റെ മുഖത്തേക്കും ചെന്നു. ഇന്നലെ ഒരൊറ്റ സംഭവത്തോടുകൂടി അവൾ ഒരിക്കലും തന്റെ അടിയിൽ വർക്ക് ചെയ്യില്ലെന്ന് ഹരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജോർജ് സാറിന്റെ അണ്ടറിൽ ജോലി ഓഫർ ചെയ്തത്. അത് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് ഇപ്പോഴത്തെ അവളുടെ മുഖം കണ്ടാൽ അറിയാം. അപ്പൊ എങ്ങനെയാ സിദ്ധി? ഒക്കെ ഓക്കെ അല്ലേ? ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അതിന് സമ്മതിച്ചു. തൽക്കാലം സിദ്ധിക്ക് കുറച്ച് ഫയൽ ഞാൻ തരാം. ഇവിടെ ഇരുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയതേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അവൾ തലകുലുക്കി സൈഡിലെ ചെയറിൽ പോയിരുന്നു. അവിടെ ഇരുന്ന് ആ ഫയൽ കയ്യിലെടുത്തപ്പോഴാണ് എന്തോ ഓർത്തത്. സർ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. എന്തു പറ്റിയടോ? ഉത്തര പുറത്തു നിൽപ്പുണ്ടായിരിക്കും. അവളോട് കാര്യം ഒന്ന് പറയണം. അതോടൊപ്പം തന്നെ ഇന്നലെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങിച്ച 1 മന്ത് എക്സ്ട്രാ സാലറി തിരിച്ചു കൊടുക്കണം. അത് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. താൻ അത് തിരിച്ചേൽപ്പിക്കുകയൊന്നും വേണ്ട, തന്റെ കയ്യിൽ ഇരുന്നോട്ടെ. അത് കേട്ടതും അവളുടെ മുഖം മങ്ങി. ഇത്രയും നേരമുണ്ടായിരുന്ന സന്തോഷം പൊടുന്നനെയാണ് അവളിൽ നിന്നും അകന്നത്. ആ നിമിഷം തന്നെ അവിടുത്തെ ഫോൺ റിങ് ചെയ്തു. കോൾ അറ്റൻഡ് ചെയ്ത് മറുവശത്ത് നിന്നും കേട്ട കാര്യങ്ങളിൽ അദ്ദേഹം ഒന്ന് മൂളി. സിദ്ധിക്ക് ആ കാശ് വേണ്ടെങ്കിൽ അക്കൗണ്ടിൽ തന്നെ തിരിച്ചേൽപ്പിച്ചോളൂ. അത് കേട്ടതും പഴയ സന്തോഷത്തോടെ അവൾ അദ്ദേഹത്തെ നോക്കി തലകുലുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ നേരം മൂട്ടിൽ തീ പിടിച്ച പോലെ അവളെ തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഉത്തര. ക്യാബിന്റെ ഡോറ് തുറന്ന ശബ്ദം കേട്ടതും അവൾ ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കി. അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോയവൾ ഒരുപാട് സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന കണ്ടതും ഉത്തരയുടെ മനസ്സൊന്ന് തണുത്തു. എന്തായിടി? ഓടിപ്പാഞ്ഞ് അടുത്തേക്ക് ചെന്നവൾ ആ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. എന്നെ ജോലിക്കെടുത്തു, ജോർജ് സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട്. ഏത്? ഹരികൃഷ്ണൻ സാറിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആ സാറിന്റെയോ? ഒക്കെ നീ കാരണമാ. നീ പറഞ്ഞിട്ടാ എനിക്ക് ജോലി തന്നതെന്ന് പറഞ്ഞു ജോർജ് സാർ. ഞാൻ പറഞ്ഞിട്ടോ? ഞാൻ എന്ത് പറഞ്ഞെന്ന്? ഉത്തരയുടെ കണ്ണുകൾ വിഴിഞ്ഞു. അതറിയാനാണ് ഞാനും ഓടി വന്നത്. എന്താപ്പോ നീ ഇവിടെ പറഞ്ഞേ? അവളുടെ ഉത്തരം കേൾക്കാൻ എന്ന പോലെ സിദ്ധി കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. എടി, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇന്നലെ ഓടിപ്പിടിച്ച് ഫയൽ എടുത്തുകൊണ്ട് കൊടുക്കുന്ന നേരത്ത് അദ്ദേഹം ചൂടായി. അപ്പൊ ഞാൻ നിനക്ക് വയ്യാതായ കാര്യവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒക്കെ കയറി പറഞ്ഞു. അതല്ലാതെ വേറെയൊന്നും. ഓ ഓ ഓ ഓർമ്മ കിട്ടി.
ആലോചിച്ചുകൊണ്ട് പറഞ്ഞവൾക്ക് പെട്ടെന്ന് എന്തോ മനസ്സിലേക്ക് കയറി വന്നു. എന്തോർമ്മ വന്നു? അത് പിന്നെ ഞാൻ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ അവസാനം പറഞ്ഞു നീ ഒരു അനാഥയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ജോലി നിനക്ക് എത്രമാത്രം അത്യാവശ്യമാണ് എന്നൊക്കെ. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അനാഥയാണെന്ന് നീ കയറി പറഞ്ഞു. സിദ്ധിയുടെ ശബ്ദം മാറി. പറഞ്ഞു. ഉത്തരേ, എന്തടി, നിനക്ക് അമ്മയുണ്ടോ? ചുവന്ന പൊട്ടും തൊട്ട് തല നിറയെ പൂവുമായിട്ടുള്ള അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. പറയടി, നിനക്ക് അമ്മയുണ്ടോ എന്ന്. ഇത്തിരി ദേഷ്യത്തോടെ ഉത്തര ചോദിച്ചതും കണ്ണു നിറഞ്ഞൊഴുകിക്കൊണ്ട് അവൾ ഇല്ലെന്ന് തലയാട്ടി. നിന്റെ അച്ഛൻ മരിച്ചുപോയതല്ലേ? അതിനും അവൾ തലയാട്ടി. കൂടപ്പിറപ്പുകൾ ആരെങ്കിലും ഉണ്ടോ നിനക്ക്? മനസ്സിലേക്ക് ഓടിക്കേറിയ മുഖം അതിവ്യക്തമാകും മുന്നേ തന്നെ അവൾ ഇല്ലെന്ന് തല ആഞ്ഞു ചലിപ്പിച്ചു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ? ഈ ലോകത്ത് ആരുമില്ലാത്തവരെയാണ് അനാഥർ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നീ അനാഥയല്ലേ സിദ്ധി? വളരെ നിസ്സാരം പോലെ ഉത്തര അവളുടെ മുഖത്തു നോക്കി പറയുമ്പോഴും അവൾക്കറിയാമായിരുന്നു താൻ പറയുന്ന ഓരോ വാക്കും അവളെ എത്രമാത്രം കുത്തി നോവിക്കുമെന്ന്. പാർത്ഥ, പറഞ്ഞു അഗ്നി. എടാ, ഹോസ്പിറ്റലിന്റെ ബാക്കിയുള്ള പണി എത്രയും പെട്ടെന്ന് തുടങ്ങിയേ പറ്റൂ. വീട്ടിൽ ആ മാപ്പിള മനുഷ്യന് മനസമ്മാനം തരുന്നില്ല. എടാ, അത് നിന്റെ അപ്പനാടാ. അതൊക്കെ നേരാ, പക്ഷെ ബിസിനസ് എന്ന് വരുമ്പോഴുണ്ടല്ലോ, അങ്ങേര് നല്ല ഒന്നാം തരം കാഞ്ഞിരപ്പള്ളി അച്ചായനാണ്. വംശി പറയുന്നുണ്ടായിരുന്നു നിന്റെ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കാര്യം. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ എഞ്ചിനീയേഴ്സ് അങ്ങോട്ടേക്ക് വരുമടാ. പിന്നെ പാർത്ഥ, എന്താടാ? അന്നത്തേന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും ജെയിംസിന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നോ? എന്തായാലും ഞാനുള്ളപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെടാ. ഇവൻ ഈ ലോകം മുഴുവൻ അവളെ തിരഞ്ഞു നടക്കുന്നു. മിക്കവാറും അവളുണ്ടല്ലോടി അവന്റെ മൂക്കിന് താഴെ തന്നെയുള്ള എവിടെയെങ്കിലും കാണും. വംശിയെ കളിയാക്കിയിട്ടാണ് അഗസ്ത്യ ചെയറിലേക്ക് അത് പറഞ്ഞുകൊണ്ട് ചാരിയിരുന്നത്. സത്യം അതാണെന്ന് അറിയാതെ തന്നെ. വംശി, എടാ അഗസ്ത്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ, അവരുടെ കൺസ്ട്രക്ഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ജോസഫ് അങ്കിൾ പറഞ്ഞെന്ന്. അവന്റെ മുകളിലെ ചോദ്യം മനസ്സിലായ പോലെ കയ്യിലിരുന്ന ഫയൽസ് എല്ലാം ടേബിൾ വെച്ചുകൊണ്ട് അവൻ സൈഡിലെ ചെയറിലേക്ക് കയറിയിരുന്നു. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പെൻഡിങ് ഉള്ള എമൗണ്ട് അടയ്ക്കാൻ പറ അവനോട്. വംശി, എന്ത് വംശി? എടാ, അത് നമ്മുടെ അഗസ്ത്യയാണ്. പാർത്ഥൻ വല്ലാത്തൊരു ഭാവത്തോടെ വംശിയെ നോക്കി. അവൻ ഒറ്റയ്ക്കായിരുന്നു ആ ഹോസ്പിറ്റലെങ്കിൽ 1 രൂപ പോലും വാങ്ങാതെ ഈ വംശി അവനെല്ലാം ചെയ്തു കൊടുത്തനെ. പക്ഷെ കാശ് മുടക്കുന്നു എന്ന പേരിൽ അവിടെ അധികാരം കാണിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, കാഞ്ഞിരപ്പള്ളിക്കാരൻ അവന്റെ അപ്പൻ. അയാളുടെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ പാർത്ഥ. എന്തെങ്കിലും കാര്യം അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ അയാൾ പറയുമല്ലോ, അയാളെ കാഞ്ഞിരപ്പള്ളിയിൽ എന്തോ വലിയ സംഭവമാണെന്ന്. അയാൾ അങ്ങനെ വല്ല സംഭവമാണെങ്കിൽ ഞാനേ വൈകുണ്ഠത്തിൽ വംശിയാണ്. അയാളിൽ നിന്നും ഒട്ടും താഴെയല്ല എന്റെ തട്ടും. വാശിയോടെ പറഞ്ഞുകൊണ്ട് വംശി ക്യാബിൻ തുറന്നിറങ്ങിപ്പോയി. ഇതുങ്ങളെല്ലാം ഒരു കരക്കടുപ്പിക്കുമ്പോഴേക്കും ഞാൻ മിക്കവാറും ഉയരോടെ അങ്ങ് സ്വർഗത്തിൽ എത്തുമല്ലോ ദൈവമേ. നെഞ്ചിൽ കൈവച്ച് പാർത്ഥൻ പറഞ്ഞുപോയി. ഹരികൃഷ്ണൻ സാറിന്റെ തൊട്ടടുത്ത ക്യാബിനാണ് ജോർജ് സാറിന്റെ എങ്കിലും ഏതു നേരവും അദ്ദേഹത്തിന്റെ കൂടെ ആയതുകൊണ്ട് ആ ക്യാബിൻ ഫ്രീ ആയി കിടക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ സിദ്ധിയെ ഇരുത്തിയിരിക്കുന്നത്. ചെറിയ ചെറിയ വർക്കുകൾ കൊടുത്ത് അവളെ ഒന്ന് കംഫർട്ട് ആക്കിയതിനു ശേഷം മാത്രം വലിയ വർക്കുകൾ കൊടുത്താൽ മതിയെന്നുള്ള സ്ട്രിക്റ്റ് ആയ നിർദ്ദേശം കിട്ടിയിരിക്കുന്നതുകൊണ്ട് അവൾ ഇതുവരെ കമ്പനിയിൽ ചെയ്ത ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ജോർജ് സാർ അവൾക്ക് ഇപ്പോഴും നൽകിയിരുന്നുള്ളൂ. അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച സമയത്താണ് ഉത്തര അവളെ കാണുന്നത്. എങ്ങനെയുണ്ട് സിദ്ധി ജോലി? ഇതുവരെ പാടൊന്നുമില്ല, ഇനി എന്താകുമെന്നറിയില്ല. പ്രത്യേകിച്ച് ഒന്നും ആകില്ല, നീ ചുമ്മാ സമാധാനത്തോടെ ജോലി എടുത്താൽ മതി. ആ പിന്നെ ഇന്ന് വൈകുന്നേരം ഇറങ്ങിയിട്ട് നമുക്ക് ആ ഹോസ്പിറ്റൽ ഒന്ന് പോകണം കേട്ടോ. ഹോസ്പിറ്റലോ? എന്തിന്? അല്ലാതെ പിന്നെ അന്ന് നമ്മുടെ റിപ്പോർട്ട് വാങ്ങി പോവല്ലേ ചെയ്തത്, അത് പോയി ഒന്ന് നോക്കണ്ടേ? പിന്നെ ഇനി നോക്കാൻ പോകുന്നു. ഒക്കെ അങ്ങോട്ട് തിരക്കി ചെന്നിട്ട് വേണം അവർക്ക് ഒരു 150 കാര്യം കൂടി പിന്നെയും ചോദിക്കാനും ടെസ്റ്റ് എഴുതാനും. നീ പോയേ, ഞാനില്ല ഇതിനൊന്നും. ക്യാൻറ്റീനുള്ളിലേക്ക് കയറി വാഷേരിയയിൽ പോയി കൈ കഴുകി അവൾ വന്ന് കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, എടി നിനക്കല്ലേ വയ്യായിക? എന്റെ ഉത്തരെ, അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് നീ ആളെ വിട് പെണ്ണേ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. അവളോട് കെറിവിച്ചുകൊണ്ട് ഉത്തര കൊണ്ടുവന്ന് വെച്ച ആഹാരം കഴിക്കാൻ തുടങ്ങി. ആ കുട്ടിയുടെ വർക്ക് നോക്കിയോ ജോർജങ്ങളെ? ആര്? സിദ്ധിയുടെ ആണോ ഹരി?
ഫയലിൽ നിന്നും മുഖം ഉയർത്താതെ ചോദിക്കുന്നവരുടെ ചോദ്യം ആവർത്തിക്കും പോലെ അയാൾ ചോദിച്ചു. അതിന് നമ്മൾ വലിയ വർക്കൊന്നും അവൾക്ക് കൊടുത്തില്ലല്ലോ. വലിയ വർക്കല്ലെങ്കിലും അങ്കിൾ കൊടുത്ത വർക്കിന് എങ്ങനെയുണ്ട് പെർഫോമൻസ്? മുന്നിലിരുന്ന ഫയല് അടച്ചു വെച്ച് ഹരി അദ്ദേഹത്തെ നോക്കി. ഷീസ് ബ്രില്യൻ ഹരി, വെരി ഫാസ്റ്റ് ലേണർ. അവളുടെ പേരിനടുത്ത് വലിയ വലിയ ഡിഗ്രി ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നന്നായി പറഞ്ഞു കൊടുക്കുന്ന ഒരു മെന്റർ ഉണ്ടെങ്കിൽ ഷീ വിൽ ടച്ച് ദ സ്കൈ. അത് പറയുമ്പോൾ ജോർജ് അങ്കിളുടെ മുഖം വല്ലാതെ തെളിഞ്ഞു. ഏകദേശം അതേ പ്രകാശമായിരുന്നു ഹരിയിലും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയ 2 ദിവസം. അതിനിടയിൽ അപൂർവമായി 1-2 തവണ ഹരിയെ കണ്ടു എന്നല്ലാതെ സിദ്ദിഖും ഹരിക്കും നേർക്കുനേരെ നിന്നൊരു സംസാരത്തിന്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതായിട്ടും ഒരു കാര്യവും വന്നിരുന്നില്ല. പക്ഷെ ഇന്ന് ക്യാബിനിലേക്ക് ചെന്ന് കയറിയതും പതിവില്ലാതെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് ഓടിപ്പോയാണ് സിദ്ധി അത് അറ്റൻഡ് ചെയ്തത്. ധൃതിയിൽ എടുത്തതിന്റെ ഒരേക്കം ആ ഫോൺ വിളിയിൽ ഉണ്ടായിരുന്നെങ്കിലും അവള് പ്രോപ്പറായി ഹലോ പറയുന്നത് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആവും അവിടുന്ന് വിളി വീണ്ടും വന്നത്. സിദ്ധി, ആർ യു ദേർ? ഹരിയുടെ മുഴക്കമുള്ള ശബ്ദം. അവളുടെ ഉള്ളൊന്ന് കിടങ്ങി. സിദ്ധി? സംശയത്തിൽ അവൻ ഒരിക്കൽ കൂടി വിളിച്ചു. യെസ് സർ. പ്ലീസ് കം ടു മൈ ക്യാബിൻ വിത്ത് അലീസിയ കമ്പനീസ് ഫയൽസ്. പറയുന്നതിനൊപ്പം തന്നെ അവന്റെ ഫോൺ കട്ടായിരുന്നു. അവൾ ടേബിളിൽ ഇരിക്കുന്ന ഫയൽ നോക്കി. ഇന്നലെ ജോർജ് സാർ കൊണ്ടുകൊടുത്ത ഫയലാണ്. കംപ്ലീറ്റ് ആണ് താനും. പക്ഷെ എന്തുകൊണ്ടോ അതുമായി അവന്റെ മുന്നിൽ പോയി നിൽക്കാൻ വല്ലാത്തൊരു ഭയം തോന്നുന്നു. ഇത്തിരി നേരം അതിൽ നോക്കി നിന്നതും ഫോൺ പിന്നെയും റിങ് ചെയ്തു. അത് അവൻ തന്നെയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ അത് അറ്റൻഡ് ചെയ്യാതെ ആ ഫയലും എടുത്ത് നേരെ അവന്റെ ക്യാബിൽ ലക്ഷ്യം വെച്ച് നടന്നു. സിദ്ധി മുറിയിൽ നിന്നും ഫയലും എടുത്ത് ഇറങ്ങിയെന്ന് കണ്ടതും ഹരി മുന്നിലെ ലാബിൽ നിന്നും ഡോറിലേക്ക് കണ്ണു നട്ടു. അനുവാദം ചോദിച്ച് അകത്ത് കിടക്കുന്നവളുടെ നടപ്പിൽ തന്നെ അറിയാം അവൾ എന്തുമാത്രം തന്നെ ഭയക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ തന്നിൽ നിന്നും ഭയപ്പെടുന്ന ഒന്നും തന്നെ അവൾക്ക് നേരെ ഉണ്ടാവരുത് എന്ന് മനഃപൂർവ്വമായി ചിന്തിച്ചുകൊണ്ടായിരുന്നു ഹരിയുടെ പിന്നെയുള്ള ഓരോ പ്രവൃത്തികളും. അകത്ത് വന്നവളെ കസേരയിലേക്ക് ഇരിക്കാൻ ക്ഷണിക്കുമ്പോഴും കയ്യിലുള്ള ഫയലിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴുമൊക്കെ അവൻ അത്രയും സമാധാനത്തോടെയാണ് അവളോട് സംസാരിച്ചത്. അതുകൊണ്ടാകും കുറെ നേരം കഴിഞ്ഞതും അവളും ഒരു കംഫർട്ട് ലെവലിൽ എത്തി. നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഫയൽ ഡിസ്കസ് ചെയ്യാൻ രണ്ടുപേർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഏകദേശം 2-2.5 മണിക്കൂർ ഡിസ്കഷന് ശേഷം അവൾ എഴുന്നേൽക്കുമ്പോൾ നേർക്കുനേരെ കണ്ടാൽ ഒരു പുഞ്ചിരി കൊടുക്കാൻ പാകത്തിനുള്ള സൗഹൃദം അവരിലുണ്ടായിരുന്നു. ജോർജ് അങ്കിൾ ഇല്ലാത്തോണ്ട് ഇതിനോടനുബന്ധിച്ച് 1-2 ഫയൽസ് കൂടി സിദ്ധി നോക്കേണ്ടി വരും. അതും നോക്കിയിട്ട് വൈകുന്നേരം എനിക്ക് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടണം. അവനത് പറഞ്ഞതും ശരിയെന്ന് തലയാട്ടി അവൾ ക്യാബിൽ നിന്നും ഇറങ്ങി. ഇതിനു മുന്നേ ഇതുപോലത്തെ വർക്കൊന്നും ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ഇറങ്ങാൻ നല്ലോണം താമസിച്ചു. ഓഫീസ് ടൈം കഴിഞ്ഞതും വർക്കുള്ളതുകൊണ്ട് ഉത്തരം കൂട്ടിരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇനിയും എത്ര സമയം എടുക്കുമെന്നറിയാത്തതുകൊണ്ട് സിദ്ധി തന്നെ അവളെ നിർബന്ധിച്ചാണ് ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ടത്. ഏകദേശം 6 മണി കഴിഞ്ഞതോടെ അവളുടെ ജോലി കഴിഞ്ഞു. തയ്യാറാക്കിയ ഫയലുമായി ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ഹരി അത് പ്രതീക്ഷിച്ച പോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കയ്യിലേക്ക് വാങ്ങിയ റിപ്പോർട്ട് ഒന്ന് ഓടിച്ചു നോക്കിയവൻ. ഓക്കെ, ഗുഡ്. അവന്റെ നാവിൽ നിന്നും അത്രയും കേട്ടതും അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നിയത്. ആ ഒരു സന്തോഷത്തോടെ അവനെ നന്ദിയോടെ നോക്കിയാണ് അവൾ തിരിഞ്ഞു നടന്നത്. പക്ഷെ നടന്ന് 2-3 ചുവടുകൾ വെക്കും മുന്നേ തന്നെ തല കറങ്ങുന്ന പോലെ തോന്നി. എവിടെയെങ്കിലും ഒരു പിടി കിട്ടുന്നതിന് മുന്നേ തന്നെ അവൾ നിലത്തേക്ക് വീണിരുന്നു. ഡോക്ടർ, അവൾക്ക് എങ്ങനെയുണ്ട്? പേടിയോടെയാണ് ഹരി ഡോക്ടറോട് തിരക്കിയത്. ഇപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് ആക്കിയ ആ കുട്ടിയുടെ ആളാണ്. ഡോക്ടറിന്റെ പിന്നിൽ നിന്നും സിസ്റ്റർ പറഞ്ഞു കൊടുത്തു. ഓ ഓക്കെ, പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഷീ ഈസ് ഫൈൻ. ഡോക്ടർ ചിരിയോടെ പറഞ്ഞതും അവന്റെ നെറ്റി സംശയത്തിൽ ചുരുങ്ങി. യുവർ വൈഫ് ഈസ് പ്രഗ്നന്റ് മാൻ. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.